ഗൈസ്, അസ്സലാമു അലൈക്കും. ടച്ചൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രണ്ടാം പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ആ ഒരു ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോണിന് കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടൈമിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മൾ പെരുന്നാളായിട്ട് നമ്മൾ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാൾ രാവിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് നമ്മൾ ഇന്നത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അതായത് കസിൻസും എല്ലാവരും വരുന്നത് കാരണം മാമയുടെ വീട്ടിലാണ് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇതേ നമ്മൾ സവോളയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദം ബിരിയാണിയാണ് കേട്ടോ ചെയ്യുന്നത്, ചിക്കൻ. അപ്പോൾ അതിനകത്തൊക്കെ വേണം സവോള. അതുപോലെ തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സവോള വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് സവോളയൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കട്ടിംഗ് ബോർഡിൽ കട്ട് ചെയ്യുന്നത് അങ്ങനെ വലിയ അറിയില്ല കേട്ടോ. നമ്മൾ ചോപ്പർ ഇട്ടല്ലേ ചോപ്പ് ചെയ്തെടുക്കാറ്. എന്നാലും ഞാൻ കട്ടിംഗ് ബോർഡിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും മാമയും നാത്തൂൻസിൻ്റെ മോനൊക്കെ കൂടി മാർക്കറ്റിൽ പോകാൻ കേട്ടോ. കാരണം നമ്മളുടെ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള കുറച്ചുകൂടി ഐറ്റംസുകളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അവരത് പോയി മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോഴേക്കും ഉമ്മ വന്നു. ഞാൻ പറഞ്ഞില്ലേ, മാമയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉമ്മയുടെ വീട് കേട്ടോ. അപ്പോൾ ഉമ്മയും താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ ഈ ഒരു ചാമ്പയ്ക്ക ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോടാ? ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ചാമ്പയ്ക്ക ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മളുടെ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് വൈറ്റ് കളറും അതുപോലെ തന്നെ ആ റെഡിഷ് ആയിട്ടുള്ള ചാമ്പയ്ക്കായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള ചാമ്പയ്ക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ അതൊക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മമ്മൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂടാണ് കേട്ടോ അവിടെ. നമ്മളവിടെ നല്ല തണുപ്പാണ്, പക്ഷേ മാമയുടെ വീട്ടിൽ നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ കൂളറൊക്കെ വെച്ച് കിടന്നിട്ടും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ചൂടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ ഇക്കയും അവരൊക്കെ കൂടി കാറിൽ ഏസിയിട്ടിട്ടാണ് കേട്ടോ ഓരോ ഉറക്കം കഴിഞ്ഞപ്പോൾ കിടന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എല്ലാ കസിൻസും എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല തമാശയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൈം വരുമ്പോഴാണ് കേട്ടോ നമ്മളെല്ലാവരായിട്ട് ഇങ്ങനെ കൂടുന്നത്. ഇങ്ങനെ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴാണ് കേട്ടോ. അപ്പോഴേക്കും പണികളൊക്കെ കുറച്ചധികം കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് വേഗം ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. പിന്നെ നൈറ്റ് വന്ന കാരണം നമ്മൾ മാമയുടെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മാമയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്യൂ. ഗേറ്റ് കടന്നിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള കാറും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മാമയുടെ വീട് കേട്ടോ. അപ്പോൾ പിള്ളേരുകളൊക്കെ രാവിലെ തന്നെ കളികളിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മാമയുടെ വീട്. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് നടന്നിട്ട് വെല്ലുമ്മയുടെ വീട്ടിൽ കൂടി ഒന്ന് പോയിട്ട് വരാം. അതായത് ഉമ്മയുടെ വീട് കേട്ടോ. അപ്പോൾ മാമയുടെ വീടിൻ്റെ ആ ഒരു വഴി കൂടെ തന്നെ നമുക്ക് പോവാം കേട്ടോ. പക്ഷെ ഞാനത് റോട്ടിൽ കൂടെ ജസ്റ്റ് വന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മയുടെ വീട്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല കേട്ടോ. കാരണം വെല്ലുമ്മ വയ്യാണ്ട് കിടക്കണ കാരണം ഞാൻ ഉള്ളിലേക്കൊന്നും കയറിയിട്ട് ഷൂട്ടൊന്നും ചെയ്തില്ല. പുറത്ത് നിന്നിട്ട് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ഭയങ്കര കുരങ്ങന്മാരുടെ ശല്യവും ഒക്കെയാണ് കേട്ടോ. ഈ മാങ്ങയും ചക്കയൊക്കെ ആവുന്ന സമയത്ത് കുരങ്ങന്മാരൊക്കെ നല്ലോണം വരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വന്നിട്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ മാമയുടെ അവിടേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. കാരണം ഇന്ന് ഇവിടെ ദം ബിരിയാണിയാണല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ എന്തായാലും കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മാമയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. മാമ കുവൈറ്റിൽ ഷെഫായിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ മാമയുടെ വകയാണ് നമുക്ക് ഇന്ന് ബിരിയാണി കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണി ആയിരിക്കും കേട്ടോ. മാമ നല്ല ടേസ്റ്റായിട്ട് ബിരിയാണിയൊക്കെ വെക്കും. അപ്പോൾ മാമ ഇങ്ങനെ വരുന്ന സമയത്താണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചൊക്കെ കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ. നമുക്കത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്ര നല്ലൊരു വൈബാണ് അത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെ ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ മുറ്റത്ത് നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പൊക്കെ കൂട്ടി നമ്മൾ പുറത്താണ് കേട്ടോ. നമ്മൾ ബിരിയാണിയുടെ റൈസ് വേവിക്കുന്നത് പുറത്തും ചിക്കന് നമ്മൾ ഉള്ളിലുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരും, പിന്നെ ഉള്ളിൽ ചിക്കൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഓടും കേട്ടോ. കാരണം രണ്ടും 2 സ്ഥലത്ത് ചെയ്യണ കാരണേ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് നല്ല വെയിലാട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല, കാലൊക്കെ പൊള്ളണം. അത്രയും മിറ്റലല്ലോ ഒന്നാമത് ഇട്ടേക്കുന്നത്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാട്ടോ പുറത്ത്. അപ്പോൾ എന്നോട് കുറച്ച് മല്ലിയിലയും പുതിനയൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ വന്നിട്ട് അതൊന്നും എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു എക്സ്പ്രഷൻസ് കാണാൻ തയ്യാറായിട്ട് നിന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് മീൻസ് നമ്മളുടെ ഈ ഒരു പുതിനയുടെയും മല്ലിയിലയുടെയും തണ്ട് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കത്തി നോക്കിയപ്പോൾ കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ തന്നെ കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ്സൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ എൻ്റെ ഒരു മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
കറക്റ്റായിട്ട് ചിരി വന്നു പോകും കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളെ ഫേസ് എക്സ്പ്രഷൻസ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ ചെയ്യണതൊന്നും ആരും കാണില്ല, നമ്മൾ പോലും കാണില്ല കേട്ടോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ളത്. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന്. പിന്നെ ഇന്നുണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മൂത്താപ്പാടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മൂത്താപ്പാടെയും അമ്മയുടെ ഒക്കെ വീട് ഇവിടെ തൊട്ടടുത്താട്ടോ, വരവൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്തായാലും അവിടെയൊക്കെ പോയിട്ട് അവരെയും കൂടിയും കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടിയും കൂടിയ കാരണം ചിലപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മുന്നാസ് ഇവിടെ ഇരുന്നിട്ട് ഇവൻ്റെ കൂടെയാട്ടോ, നാത്തൂൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇത് മൂത്ത നാത്തൂനാണ്. അപ്പോൾ നാത്തൂൻ വരുന്ന സമയത്ത് നാത്തൂൻ്റെ കയ്യിൽ കണ്ട ഒരു കൊട്ട കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയതാണ് കേട്ടോ ക്യാമറയും കൊണ്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിട്ടാണെന്ന് അറിയോടാ, അത് കുഞ്ഞൊരു അണ്ണാനായിരുന്നു കേട്ടോ. കുഞ്ഞെന്ന് വെച്ചാൽ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവർ വളർത്തുന്നതാണ്. അപ്പോൾ അവർ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് പോരുമ്പോൾ തന്നെയാവില്ലേ, അപ്പോൾ അങ്ങനെ അവരെടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നോക്കി എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയപ്പോൾ. കാരണം നമ്മൾ പോരുന്നിടത്തൊക്കെ കയ്യിനെ കൊണ്ടുവരാമെന്ന് പറയുന്നത്, അപ്പോൾ അവർ അത്രയും അതിന് ഒരു വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും വല്യമ്മനെ കാണാൻ വേണ്ടിയിട്ട് നേരെ തറവാട്ടിലേക്കാണ് കേട്ടോ കയറി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മളെ ചോറൊക്കെ ഊറ്റാനായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ദമ്മല്ലേ ഇടുന്നേ, അപ്പോൾ നമുക്ക് ചോറ് ഊറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മിടുന്നതും 2 ബാച്ചായിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഒറ്റ ഇതിലിടാമെന്ന് വിചാരിച്ചത്, പക്ഷെ നമ്മളായുള്ള ഒരു പാത്രത്തിൽ ഒറ്റ പ്രാവശ്യമായിട്ട് ദമ്മിടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 പാട്ടായിട്ടാണ് കേട്ടോ ദമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ കച്ചമ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനെ കച്ചമ്പറ എന്നാണ് കേട്ടോ പറയുന്നത്. സെർലാസ് എന്നൊക്കെ പറയും തോന്നുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറഞ്ഞിരുന്നത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ചാമ്പയ്ക്കയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കണുണ്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ചാമ്പയ്ക്കാണ് കേട്ടോ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ സെർലാസൊക്കെ റെഡിയായി. അങ്ങനെ നമ്മളെ കസിൻസും അതുപോലെ തന്നെ നമ്മൾ വിളിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു പെരുന്നാളായിരുന്നു ഈ വർഷത്തത്. നമുക്ക് ആകെ ഒരു വിഷമം എന്ന് പറയാനുള്ളത് വെല്ലുമ്മ വയ്യാണ്ട് കിടക്കുന്നത് മാത്രമായിരുന്നു കേട്ടോ. ബാക്കി നമുക്ക് അൽഹംദുലില്ലാ നല്ല സന്തോഷവും സമാധാനമായിട്ടുള്ളൊരു പെരുന്നാൾ തന്നെയായിരുന്നു ഈ വർഷത്തെ. അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ സന്തോഷത്തിലും സമാധാനത്തിലും പെരുന്നാളുകളും അങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് അള്ളാഹു എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം അല്ലേ. ആ ഒരു ടൈം ആയപ്പോഴും നമ്മളെ നെക്സ്റ്റ് ചോറിൻ്റെ ബാച്ചും ഇതേപോലെ തന്നെ നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ മുന്നാസ് വീണ്ടും വെല്ലുമാടെ വീട്ടിലേക്ക് പോവാട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാമാടെ വീടിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കയറാന്നുള്ളത്. അപ്പോൾ ഇവന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാട്ടോ, ഒരു സ്ഥലത്ത് ഇരിക്കില്ല, കുറച്ച് നേരം ഇവിടെ ഇരിക്കും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ അങ്ങോട്ട് പോകും. അപ്പോൾ അവൻ അങ്ങനെ നോക്കി നടക്കുന്നത് നമ്മളൊരു പണി തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ അറിയാത്തൊരു സ്ഥലമല്ലേ, അവരിങ്ങനെ ഇടയ്ക്കിട്ടില്ല വരാറുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും അവരെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എങ്ങോട്ടാണ് പോണേന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ ഊറ്റിയിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ വറുത്ത് വെച്ചതൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ടിട്ട് മാമ ലെയറായിട്ട് നമ്മളുടെ ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദമ്മിടുന്ന സമയത്തുണ്ടല്ലോടാ ഒരു സ്മെല്ല് വരും കേട്ടോ. എൻ്റെ പൊന്നി എന്ത് ടേസ്റ്റ്, മീൻസ് നമുക്ക് ആ ഒരു മണം കേട്ടാൽ തന്നെ അറിയാം നമ്മൾ ആ ഒരു ഫുഡിൻ്റെ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് കൂടുതലും നമ്മളെ മന്തി കപ്സ അങ്ങനത്തെ രീതിയിലുള്ള റൈസുകളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കും, പക്ഷെ അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. അത് ചൂസ് ചെയ്ത് കഴിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത്, നല്ല അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ഒരു ദം ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. നമുക്കത് പറഞ്ഞ് നിങ്ങളെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല രീതിയിലുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതേ ബിരിയാണിയുടെ പണികളൊക്കെ ഏകദേശം കഴിയാനായിട്ടോ. അതിൻ്റെ സമയത്ത് മക്കളുകളുടെ ബാക്ക് കൂടെ നടക്കലാണ് നമ്മൾ ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ കാരണേ. അപ്പോൾ എല്ലാവരും കൂടിയും കൂടണ സമയത്ത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താ പറയുന്നത് കുറച്ചൊക്കെ കുഞ്ഞു ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ദിവസം അങ്ങനെ പോയിട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ മിത്തൊക്കെ വന്നത് 2ാം പെരുന്നാളിൻ്റെ അന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയമായപ്പോഴാണ് അവരും എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ഞങ്ങളുടെ കൂടെ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ തിരിച്ച് വൈകുന്നേരം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാം പെരുന്നാളിൻ്റെ അന്നാണ് അവർ വന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാവക്കാട് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 2ാം പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.